ഹായ് ഫ്രണ്ട്സ്, നമുക്ക് സിബ് എങ്ങനെ ശരിയായ രീതിയിൽ വയ്ക്കാൻ നോക്കിയാലോ. നമ്മൾ സാധാരണ ഈ വയ്ക്കുമ്പോൾ എങ്ങനെ വരികയെന്ന് ആദ്യം കാണിക്കാം. ആദ്യത്തെ വീഡിയോയിൽ കാണിക്കാം. നമ്മൾ നോർമലായിട്ട് അടിക്കുമ്പോൾ ഇതുപോലെയാണ് വരിക. അത് എങ്ങനെ നോക്കാം. അത് ഇതുപോലെ തയ്ച്ച് കാണിക്കാം. അത് അങ്ങനെ വരാൻ പാടില്ല, കറക്റ്റായിട്ട് വരണം. ഈ സാധാരണ നോർമൽ പ്രഷർ കൂട്ടിലടിക്കുമ്പോൾ എങ്ങനെയാണ് വരിക, അങ്ങനെ വരാൻ പാടില്ല. ഇത്ര ഗ്യാപ്പ് വരാൻ പാടില്ല. ഗ്യാപ്പ് വന്ന് ഫിനിഷിങ് കറക്റ്റായിട്ട് വരില്ല, അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ അതിന് എന്താ പരിഹാരം നോക്കുക, ഈ വീഡിയോ കണ്ടു നോക്കാം. അതിന് ഇതുപോലെ പ്രഷർ ഫൂട്ട്, വൺ സൈഡ് പ്രഷർ ഫൂട്ട് ഉണ്ട്. അത് വെച്ചിട്ട് ഈ നോർമൽ പ്രഷർ ഫൂട്ട് മാറ്റിയിട്ട് വൺ സൈഡ് പ്രഷർ ഫൂട്ട് മാറ്റണം. സ്ക്രൂ അഴിച്ചെടുത്തിട്ട് നോർമൽ പ്രഷർ ഫൂട്ട് മാറ്റിയിട്ട് മറ്റേ വൺ സൈഡ് പ്രഷർ ഫൂട്ട് വെച്ചിട്ട് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ സിപ്പിൽ തട്ടുമ്പോൾ സൂചി പൊട്ടാൻ സാധ്യതയുണ്ട്. നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്ക്കുമ്പോൾ എങ്ങനെ ഫിനിഷിങ് വരുന്ന, ആദ്യത്തെ ഫിനിഷിങ്ങും ഈ ഫിനിഷിങ്ങും എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതിനുശേഷം സിബ് വെച്ചിട്ട് എപ്പോഴും നമ്മൾ തയ്ക്കണ പോലെ തന്നെ തയ്ക്കുക. സിബ് അടിഭാഗത്ത് വെച്ചിട്ട് പാൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് മേലെ വെച്ചിട്ട് ടൈലടിച്ചു കൊടുക്കുക. അത് സിബിൻ്റെ അരിവ് കൂടെ അടിച്ചു കൊടുക്കുക. കറക്റ്റ് എഡ്ജിൽ വരും. അത് തയ്ച്ചതിന് ശേഷം എങ്ങനെ ഉണ്ട് നോക്കാം. ഈ ഫിനിഷിങ്ങും ആ ഫിനിഷിങ്ങും എങ്ങനെ ഉണ്ട് നോക്കാം. തയ്ച്ചതിന് ശേഷം നൂല് ഉണ്ടെങ്കിൽ എക്സ്ട്രാ നൂലൊക്കെ ഉണ്ടെങ്കിൽ അത് വെട്ടിക്കളയുക. അത് ഓവർലോക്കിൻ്റെ നൂലാണ്, അത് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. തിരിച്ച് മേലെ കൂടെ ഒരു തയ്യൽ കൂടെ അടിച്ചു കൊടുക്കണം. മേലെ സിബമ്മ പെടാതെ കറക്റ്റായിട്ട് അരിവ് കൂടെ ഒരു തയ്യൽ അടിച്ചു കൊടുക്കുക. അപ്പോഴാണ് ആ തുണി കറക്റ്റായിട്ട് അമങ്ങിയിട്ട് ഇരിക്കുള്ളൂ. നൂലൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് പോയിട്ടുണ്ട്. ഗ്യാപ്പും ഇല്ല. കറക്റ്റായിട്ട് സിബ് നല്ല ഒരു ഗ്യാപ്പില്ലാതെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കറക്റ്റ്